ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാഷണൽ ബോർഡ് എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ വൺ കാർബൺ മെറ്റബോളിസം serine loses which carbon atom? നമുക്കറിയാം ഫസ്റ്റ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ആൽഫ കാർബൺ ആറ്റം ആണ്, സെക്കൻഡ് കാർബൺ ആറ്റം ആണ് ബീറ്റ കാർബൺ ആറ്റം. അപ്പോൾ സെറിന് നഷ്ടപ്പെടുന്നത് ബീറ്റ കാർബൺ ആറ്റം ആണ്, ബീറ്റ പൊസിഷനുള്ള കാർബൺ ആറ്റം ആണ്. ഈ സമയത്ത് ഈ റിയാക്ഷൻ നടക്കുമ്പം ഈ വൺ കാർബൺ മെറ്റബോളിസത്തിൽ ഈ പറഞ്ഞ പോലെ സെറിന് ആ റിയാക്ഷൻ നടന്ന് കാർബൺ ആറ്റം നഷ്ടപ്പെടുന്ന റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് സെറിൻ ഹൈഡ്രോക്സി മീഥൈൽ ട്രാൻസ്ഫറേസ് ആണ്. വൺ കാർബൺ മെറ്റബോളിസം അതിന്റെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഒരു കാർബൺ ആറ്റം നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെ കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത്? ഗ്ലൈസിനും മെത്തിലീൻ THFA ആണ് ഉണ്ടാകുന്നത്. മെത്തിലീൻ THFA ടെട്രാഹൈഡ്രോഫോളേറ്റ്. അപ്പോൾ വൺ കാർബൺ മെറ്റബോളിസത്തിൽ ഇത് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വൺ കാർബൺ മെറ്റബോളിസം സെറിൻ ലോസസ് വിച്ച് കാർബൺ ആറ്റം? ആൽഫ കാർബൺ ആറ്റം ആണോ, ബീറ്റ കാർബൺ ആറ്റം ആണോ, ഗാമ ആണോ, ഡെൽറ്റ ആണോ? സെക്കൻഡ് പൊസിഷനിലാണ്, അതുകൊണ്ട് ബീറ്റ കാർബൺ ആറ്റം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന റിയാക്ഷനില്ല. ഈ പറഞ്ഞ പോലെ സെറിന് അതിനെ ഈ സെറിൻ ഹൈഡ്രോക്സി മീഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ ആക്ഷൻ വഴി ഒരു ബീറ്റ പൊസിഷനിൽ കാർബൺ ആറ്റം ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൈസീനും മെത്തിലിൻ THFA ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് എഴുതി വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, succinyl CoA is formed by ഏത് അമിനോ ആസിഡിൽ നിന്നാണ് സക്സിനൈൽ CoA ഫോം ചെയ്യുന്നത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹിസ്റ്റഡിൻ, ലൂസിൻ, വലൈൻ, ലൈസിൻ ആണ്. സക്സിനൈൽ CoA is formed by ആൻസർ വലൈൻ ആണ്. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഇതിന് മുന്നേയും നമ്മുടെ വൈറ്റമിൻ സി പഠിച്ച് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രോക്സിൽ പ്രൊലീൻ, എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോക്സിൽ പ്രൊലീൻ ആൻഡ് ഹൈഡ്രോക്സിൽ ലൈസിൻ, the essential factors required are ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ പറയാതെ തന്നെ ആൻസർ പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം കൂടെ നമ്മളത് പറഞ്ഞതാണ്. വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് ആണ് എസെൻഷ്യൽ ഫാക്ടർ. ഇപ്പൊ ഓപ്ഷൻ പഠിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാനത് ഓപ്ഷൻ എഴുതാത്തത്. അസ്കോർബിക് ആസിഡ് ആൻസർ. അപ്പൊ during the formation of hydroxyl proline and hydroxyl lysine derivatives ആണ്. this essential factor വേണ്ട ഏതാണ്? വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡിന്റെ സഹായത്തിൽ മാത്രമേ ഹൈഡ്രോക്സിലേഷൻ ഓഫ് പ്രൊലീൻ ആൻഡ് ലൈസിൻ നടക്കുകയുള്ളൂ. അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് പ്രൊലൈൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പ്രൊലൈൽ ആൻഡ് ലൈസൈൽ, LYSYLS, ലൈസൈൽ ഹൈഡ്രോക്സിലേസ്.
കോയിൻസൈം ആണ് ഈ വൈറ്റമിൻ സി. കോയിൻസൈം ഇസ് വൈറ്റമിൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് സ്മെൽ ഓഫ് സ്വെറ്റി ഫുഡ്, സ്വെറ്റി ഫീറ്റ്. സ്മെൽ ഓഫ്, നമുക്ക് പല ഇൻബോൺ എറേഴ്സും ഉണ്ട്. അപ്പൊ അതിനെല്ലാം അമിനോ ആസിഡ് യൂറിയാസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പൊ പല അമിനോ ആസിഡ് യൂറിയാസിലും യൂറിന്റെ സ്മെല്ല് വെച്ച് നമുക്ക് അതിന്റെ ഇൻബോൺ എറേഴ്സ് ഏതാന്ന് പറയാൻ പറ്റും. അപ്പൊ സ്മെൽ ഓഫ് സ്വെറ്റി ഫുഡ് ഫീറ്റ് ആണെങ്കിൽ SWEATY, സ്വെറ്റി ഫീറ്റ് ഈസ് സീൻ ഇൻ. ഇതിനറിയണമെങ്കിൽ ഓപ്ഷൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിന് ഓരോന്നിന്റെയും സ്മെല്ല് യൂറിൻ വെച്ചിട്ട് അതിന്റെ കണ്ടീഷനോടെ പഠിച്ചു പോകണം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്ലൂട്ടാറിക് എസിഡീമിയാണ് എന്ന് എഴുതി വെച്ചേക്കുക. ഗ്ലൂട്ടാറിക് എസിഡീമിയ. കൂടെ നമുക്ക് കുറച്ച് ഡിസീസ് കണ്ടീഷൻ കൂടെ പഠിക്കാം. ഗ്ലൂട്ടാറിക് എസിഡീമിയ. ഓക്കെ, കുറെ എറേഴ്സും അതിന്റെ യൂറിന്റെ സ്മെല്ലും ഞാൻ പറയാം. ഗ്ലൂട്ടാറിക് എസിഡീമിയ, സ്മെൽ ഓഫ് സ്വെറ്റി ഫീറ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് MSUD ആയിരിക്കും അല്ലേ? ആപ്പിൾ സിറപ്പ് ഏതിന്റെയാണ്? ആപ്പിൾ സിറപ്പ് യൂറിന്റെ ഓർഡർ ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. MAPLE, ആപ്പിൾ സിറപ്പ് യൂറിന് ഓർഡർ വരുന്നത് ഏത് ഡിസീസിനാണ്? MSUDക്കാണ്. ആപ്പിൾ സിറപ്പ്. MSUD എന്താണ്? ആപ്പിൾ സിറപ്പ്. MSUD കേട്ടിട്ടുണ്ടോ? ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡിന്റെ ഡിസോർഡർ, ആപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. നെക്സ്റ്റ്, യൂറിന്റെ ഓർഡർ ഒരു സ്വിമ്മിംഗ് പൂൾ ഓർഡർ ആണെങ്കിൽ സ്വിമ്മിംഗ് പൂള് കണ്ടീഷൻ പറയുന്നത് ഹോക്കിൻസ് യൂറിയ, HAW. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിന് ക്ലിനിക്കൽ ഹിസ്റ്ററിയുടെ കൂടെ ആഡ് ചെയ്യാം യൂറിന്റെ ഓർഡർ ഒക്കെ. ഹോക്കിൻസ് യൂറിയ, HAWKINS, ഹോക്കിൻസ് യൂറിയ. നെക്സ്റ്റ്, പിന്നെ കാറ്റ്യൂറിനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ബോയിൽഡ് ക്യാബേജ്, ബോയിൽഡ് ക്യാബേജ്. ബോയിൽഡ് ക്യാബേജ് ആണെങ്കിൽ ഹൈപ്പർ മെത്തിയോണിനീമിയ, ഹൈപ്പർ മെത്തിയോണിനീമിയ. അടുത്തത് മൗസി ഓർ മസ്റ്റി ഓർഡർ. മൗസി ഓർ, ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും വൈവയ്ക്കൊക്കെ. മൗസി ഓർ മസ്റ്റി ഓർഡർ ഏതിനാണ്? ഫിനൈൽ കീറ്റോൺ യൂറിയ, ഫിനൈൽ കീറ്റോൺ യൂറിയ. അടുത്തത്, അപ്പൊ എന്തൊക്കെയാണ്? മാപ്പിൾ സിറപ്പ് ഓർഡർ വരുന്ന ഏതാണ്? MSUD ആണ്. മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്, നമ്മുടെ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡിന്റെ ഡെഫിഷ്യൻസി, സ്വിമ്മിംഗ് പൂള്, ഹാക്കിൻസ് യൂറിയ, ബോയിൽഡ് ക്യാബേജ്, ഹൈപ്പർ മെത്തിയോണിനീമിയ, മൗസി ഓർ മസ്റ്റി, ഫിനൈൽ കീറ്റോൺ യൂറിയ. ഓക്കെ, എഴുതിയോ? എഴുതിയെങ്കിൽ ഒന്ന് ഓക്കെ പറയാമോ? എഴുതിക്കഴിഞ്ഞാൽ പറയണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഓക്സാലോ അസെറ്റിക്. സക്സിനിൽക്കോയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വനൈലിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്സാലോ അസെറ്റേറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് അമിനോ ആസിഡ്സ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതിൽ നിന്നാണ് ഓക്സാലോ അസെറ്റേറ്റ് ഫോം ചെയ്യുന്നത്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യുക, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്സാലോ അസെറ്റേറ്റ് ഈസ് ഫോംഡ് ഫ്രം, ഓക്സാലോ അസെറ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സാലോ അസെറ്റേറ്റ് is derived from, oxalo acetate is derived from which amino acid? Which amino acid എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ്, ആൻസർ asparagine, and aspartate. asparagine and aspartate. asparagine and aspartate നിന്ന് എന്ത് ഫോം ചെയ്യും? ഓക്സാലോ അസെറ്റേറ്റ് ഫോം ചെയ്യും. നെക്സ്റ്റ്, ഗ്ലൂട്ടാമിൻ ആൻഡ്, ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂട്ടാമിൻ ആൻഡ് ഗ്ലൂട്ടാമേറ്റ് ഫോംസ് എന്ത് ഫോം ചെയ്യും? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ്.
അപ്പോൾ asparagine and aspartate forms oxaloacetate, glutamine and glutamate forms alpha ketoglutarate. Okay. Next question എന്ന് പറയുന്നത് amino acid responsible for thioredoxin reductase activation. Okay, നാഷണൽ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് thioredoxin reductase activations. ഏതാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻസർ സെലനോസിസ്റ്റീൻ. തൈറോലൈസിൻ ആൻഡ് സെലനോസിസ്റ്റീൻ 21st and 22nd അമിനോ ആസിഡ് ഞാൻ പറഞ്ഞതാണ് സെലനോസിസ്റ്റീൻ. സെലനോസിസ്റ്റീൻ 21st and 22nd അമിനോ ആസിഡ് റീസെന്റ് ആഡ് ചെയ്ത് നമ്മൾ പറഞ്ഞായിരുന്നു പൈറോലൈസിൻ ആൻഡ് സെലനോസിസ്റ്റീൻ. ഇത് സെലനോസിസ്റ്റീൻ ആണിത്. സെലനോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഇതിന്റെ ആക്റ്റീവ് സൈറ്റ് പല എൻസൈമിന്റെയും ആക്റ്റീവ് സൈറ്റിൽ സെലനോസിസ്റ്റീൻ കാണും. അത് ഏതൊക്കെ എൻസൈം ആണെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. അപ്പൊ പിന്നെ ഈ തയോറിഡക്സിൻ റിഡക്ടേസിൽ കാണുന്നത് സെലനോസിസ്റ്റീൻ ആവാൻ കാരണം അതുപോലെ തന്നെ ചില എൻസൈംസിന്റെ ആക്റ്റീവ് സൈറ്റിലും സെലനോസിസ്റ്റീൻ. അപ്പൊ അത് ഏതൊക്കെ എൻസൈം ആണെന്ന് പഠിച്ചു. ഫസ്റ്റ് വൺ ഏതാണ് സെലനോസിസ്റ്റീൻ? തയോറിഡോക്സിൻ റിഡക്ടേസ്. സെക്കൻഡ് വൺ ഗ്ലൂട്ടാതയോൺ പെറോക്സേസ്. അതിന്റെ ആക്റ്റീവ് സൈറ്റിൽ കാണുന്നതും സെലനോസിസ്റ്റീൻ ആണ്. ഗ്ലൂട്ടാതയോൺ പെറോക്സിഡേസ്. നെക്സ്റ്റ് ഉള്ളത് ഐഡോതൈറോണിൻ ഡീഅയോഡിനേസ്. ഐഡോതൈറോണിൻ ഡീഅയോഡിനേസ്. നെക്സ്റ്റ് സെലനോപ്രോട്ടീൻ 3. ഇതിന്റെ എല്ലാം ആക്റ്റീവ് സൈറ്റിൽ എന്തുണ്ട്? സെലനോസിസ്റ്റീൻ ഉണ്ട്. സെലനോപ്രോട്ടീൻ. ഇത്രയാണ് ആകെ ഉള്ളത്. തയോറിഡക്സിൻ റിഡക്ടേസ്, ഗ്ലൂട്ടാതയോൺ പെറോക്സിഡേസ്, ഐഡോതൈറോണിൻ ഡീഅയോഡിനേസ്, സെലനോപ്രോട്ടീൻ PM. ഓക്കെ ആണോ? നെക്സ്റ്റ് അഗെയിൻ വീണ്ടും ചോദിച്ചിരിക്കുന്നത് നാഷണൽ ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സാലോഅസെറ്റേറ്റ് ഈസ് ഫോംഡ് ഫ്രം. ഇതിൽ നിന്നാണ് asparagine and aspartate. അഗെയിൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് എഴുതുന്നില്ല. ആൽഫ കീറ്റോഗ്ലൂട്ടേറ്റ് ഫോം ചെയ്തതാണ് ഗ്ലൂട്ടാമിൻ ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസീസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ്. അതും ഓൾറെഡി ഇപ്പൊ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസീസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ് ഏതായിരിക്കും? ഞാൻ എഴുതേണ്ട കാര്യമുണ്ടോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഡിസീസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ് ഓൾറെഡി നമ്മൾ മറ്റേ യൂറിന്റെ ഓർഡറിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞാണ്. ഡിസീസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഏതാണ്? ചാറ്റ് ബോക്സിൽ പറയാമോ? ഡിസീസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഏതായിരിക്കും? ഡിസീസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ചാറ്റ് ബോക്സിൽ പറയോ? നമ്മൾ പറഞ്ഞാണ് മെപ്പിൾ സിറപ്പ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ് ഏതാണ്? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ. അതിന്റെ ഏതാണ് അതിന്റെ ഇത്? MSUD. മറന്നു പോരുത്. മേപ്പിൾ സിറപ്പ്, യൂറിൻ ഡിസീസ്. ഇതിനകത്ത് വേറെ 2-3 കണ്ടീഷൻ കൂടെ ഞാൻ ചോദിക്കാം. ഫിനോൾ കീറ്റോൺ യൂറിയ. അപ്പൊ ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യുന്ന ഏതുമായിട്ട് വരുന്നതായിരിക്കും? ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. കാരണം ഫിനൈൽ അലാനിൻ ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. സോ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് ആരോമാറ്റിക് അമിനോ ആസിഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ടേസാക്സ് നമ്മുടെ ലിപ്പിഡിനകത്ത് വരുന്നതാണ്. ടേസാക്സ് ആൻഡ് ഓപ്ഷനിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ടേസാക്സ് ആൻഡ് നീമാൻ പിക്ക് ഡിസീസ് എപ്പോഴും വരും. ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും എടുത്തിട്ട് ചോദിക്കുന്നതാണ്. സ്വിംഗോലിപ്പിഡോസിസ് ആണ്. SPINGO സ്വിംഗോലിപ്പിഡോസിസ് ആണ്. ഓക്കെ. വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഈ MSUDയുടെ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു രീതി ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് is excreted in urine
ഇനി MSUD. MSUD എന്താണ്? വീണ്ടും ചോദിക്കുകയാണ്. MSUD മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. അപ്പൊ ഇതിൽ ഏത് അമിനോ ആസിഡ് ആണ് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ഏതായിരിക്കും യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം വലൈൻ ലൂസിൻ ഐസോലൂസിന്റെ ആണ് ഡെഫിഷ്യന്റ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡിന്റെ ഡെഫിഷ്യന്റ് ഡിസോർഡർ ആണ് MSUD. അപ്പൊ ഏത് അമിനോ ആസിഡ്സ് ആയിരിക്കും പോകുന്നത്? വലൈൻ ലൂസിൻ ഐസോലൂസിൻ. ഇനി അത് മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രീറ്റ്മെന്റ് യൂസ്ഡ് ഇൻ ഐസോവാലറിക് അസിഡ്യൂറിയ. ഐസോവാലറിക് അസിഡ്യൂറിയയുടെ ട്രീറ്റ്മെന്റിന് ഏത് അമിനോ ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് യൂസ്ഡ് ഇൻ ഐസോവാലറിക് അസിഡ്യൂറിയ. ട്രീറ്റ്മെന്റ് യൂസ്ഡ് ഇൻ ഐസോവാലറിക് അസിഡ്യൂറിയ. ട്രീറ്റ്മെന്റ് യൂസ്ഡ് ഇൻ ഐസോവാലറിക് അസിഡ്യൂറിയ. ആൻസർ ഗ്ലൈസിൻ ആണ്. ഗ്ലൈസിൻ ആണ് ഐസോവാലറിക് അസിഡ്യൂറിയ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്നത്. ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ഗ്ലൈസിൻ. നെക്സ്റ്റ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. നമ്മൾ MSUDയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. MSUDയിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആപ്പിൾ സിറപ്പ് യൂറിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാം. കാരണം അത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു എന്താ പറയുക കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പോവാം. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ കുറെ തവണ പറഞ്ഞു കേട്ടോണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഏതാണ്? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ. ഇനി ഇത് മറക്കരുത്, വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ. അപ്പോൾ ബ്രാഞ്ചിൽ ചെയ്യുന്ന അമിനോ ആസിഡ്സിന്റെ ഡിസോർഡർ നമ്മൾ പറയുന്നത് MSUD എന്നാണ്. മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ബയോകെമിക്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് എൻസൈം. ഡെഫിഷ്യന്റ് എൻസൈം എന്ന് പറയുന്നത് ആ പേരൊക്കെ പഠിച്ചു വെക്കണം. ഡെഫിഷ്യന്റ് എൻസൈം എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് വെറുതെ ഇരിക്കാതെ ഇതെല്ലാം എഴുതിയെടുക്കണേ. ഡീഹൈഡ്രോജനേസ്. ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ്. ഇതിവിടെ എന്ത് റിയാക്ഷൻ ആണ് നടക്കാതെ പോകുന്നത് വെച്ചാൽ ഡിഫക്റ്റീവ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ഡിഫക്റ്റീവ് ആവും. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ഡിഫക്റ്റീവ്. എൻസൈം ഏതാണ്? ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ MSUD വരുന്ന ഒരാൾക്ക് എന്തൊക്കെ കണ്ടീഷൻ വരാം? MR എന്താണ്? മെന്റൽ റിട്ടാർഡേഷൻ വരാം, കൺവൽഷൻ വരാം, അസിഡോസിസ് വരാം, കോമ വരാം. പിന്നെ നേരത്തെ പറഞ്ഞത് സ്മെൽ ഓഫ് ബേൺഡ് ഷുഗർ. അതാണ് ഈ പറഞ്ഞ പോലെ മേപ്പിൾ സിറപ്പ്. സ്മെൽ ഓഫ് ബേൺഡ് ഷുഗർ അല്ലെങ്കിൽ എന്താ പറയാ? മേപ്പിൾ സിറപ്പ്. ഇനി ഇതൊക്കെ എഴുതിയോ? നെക്സ്റ്റ് ഇതിന് ടെസ്റ്റുകൾ. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ് യൂറിയ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ MSUD ടെസ്റ്റുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് DNPH, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ടെസ്റ്റ് DNPH. എന്താണ് DNPH ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡൈനൈട്രോ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പാൻഷൻ പഠിക്കണം. ഡൈനൈട്രോ അല്ലെങ്കിൽ ഫുൾ ഫോം ഫിനൈൽ ഹൈഡ്രസീൻ. സ്പീഡ് കൂടുവാണോ? ടൈപ്പ്. ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ്. പിന്നെ ഏത് ടെസ്റ്റ് ചെയ്യാം? നമുക്ക് റോത്തറാസ് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഏത് ടെസ്റ്റ് ചെയ്യാം? എൻസൈം അനാലിസിസ്. ഈ പറഞ്ഞ പോലെ ഈ ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസിനെ നമുക്ക് അസൈ ചെയ്യാം. എൻസൈം അനാലിസിസ്. എൻസൈം അനാലിസിസ്. അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സിന്റെ ഏതൊക്കെയാണ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ്? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ. അപ്പൊ ഈ വലൈൻ, ലൂസിൻ, ഐസോലൂസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഡിസോർഡർ ഏതാണ്? MSUD. MSUDയുടെ ഫുൾ ഫോം എന്താണ്? മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. അപ്പൊ ഇതിൽ ഏത് എൻസൈമാണ് ഡെഫിഷ്യന്റ് ആവുന്നത്? അവിടെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ഡിഫക്റ്റീവ് ആവും.
അപ്പൊ അത് ഡിഫക്റ്റ് ആവത്തെ എൻസൈമിന്റെ പേരും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏത് എൻസൈമാറ്റിക് ആക്ഷൻ ആണ് അവർ ഡിഫക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ അതിന്റെ എൻസൈം ഏതാണ്? ഡെഫിഷ്യന്റ് എൻസൈം ബ്രാഞ്ച് ടു ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ്. അപ്പൊ ഈ MSUD വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ക്ലിനിക്കൽ സിംറ്റംസ് അഥവാ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? മെന്റൽ റിട്ടാർഡേഷൻ വരാം, കൺവൽഷൻ വരാം, അസിഡോസിസ് വരാം, ഫോമ വരാം. പിന്നെ യൂറിന്റെ ഓർഡർ എന്താണ്? മേപ്പിൾ സിറപ്പ് ഓർഡർ എന്ന് വെച്ചാൽ സ്മെൽ ഓഫ് ബേൺഡ് ഷുഗർ. അപ്പൊ നമുക്ക് എങ്ങനെ MSUD ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? DNPH ടെസ്റ്റ്. DNPHന്റെ ഫുൾ ഫോം എന്താണ്? ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രോസിൻ ടെസ്റ്റ്. വേറെ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യാം? അതർ ടെസ്റ്റ് ഏതൊക്കെയാണ്? റോത്തറാസ് ടെസ്റ്റ് ചെയ്യാം, എൻസൈം അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി MSUDക്ക് ജീന്റെ ബേസിസിൽ നമുക്ക് ഏത് ജീനിലാണ് ഇത് അഫക്ട് ചെയ്യുന്നതിന്റെ ബേസിസിൽ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. MSUD ടൈപ്പ് 1A ഉണ്ട്, 1B ഉണ്ട്, 2 ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. അപ്പൊ ഏതാണ് ഡിഫക്റ്റീവ് ജീൻ എന്ന് കൂടെ ആ കൂട്ടത്തിൽ ഒന്ന് നോട്ട് ചെയ്യണം. ഞാനിതൊന്ന് റൈസ് ചെയ്തോട്ടെ, സൈഡിൽ എഴുതാം. MSUDയുടെ ടൈപ്പ് എന്ന് പറയുന്നത് MSUD എത്ര ടൈപ്പ് ഉണ്ട്? ടൈപ്പ് 1A ഉണ്ട്, ടൈപ്പ് 1A MSUD. പിന്നെ ഏതാണ്? ടൈപ്പ് 1B ഉണ്ട്, ടൈപ്പ് 1B MSUD ഉണ്ട്. ദെൻ ടൈപ്പ് 2 MSUD ഉണ്ട്, ടൈപ്പ് 3 MSUD ഉണ്ട്. അപ്പോൾ ടൈപ്പ് 1A, ടൈപ്പ് 1B, ടൈപ്പ് 2, ടൈപ്പ് 3. അപ്പൊ ഏതാണ് ഇതിനകത്ത് ഡിഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ജീൻ എന്ന് പറയുന്നത് ഒന്ന് E1 ആൽഫ ജീനാണ് ഡിഫക്റ്റീവ്, രണ്ടാമത്തേത് E1 ബീറ്റ, ദെൻ E2 ജീന്, ദെൻ E3 ജീൻ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടൈപ്പ് 1A, ടൈപ്പ് 1B, ടൈപ്പ് 2, ടൈപ്പ് 3, E1 ആൽഫ ആണ് എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും കറസ്പോണ്ട് ജീൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ. എഴുതി കഴിഞ്ഞോ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ബയോളജിക്ക് അമീൻസിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതിന്റെ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബയോളജിക്ക് അമീൻസ് ഒന്ന് കയറി നോക്കി നോട്ട് എഴുതണം. ഓരോ അമിനോ ആസിഡിനും അതിന്റെ കറസ്പോണ്ടിങ് ബയോളജിക്കൽ അമീൻസും. അപ്പൊ ആ ബയോളജിക്കൽ അമീൻസിൽ ഇപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട റിയാക്ഷൻ ആണ് ഹിസ്റ്റഡിൻ. ഹിസ്റ്റഡിന്റെ കറസ്പോണ്ടിങ് അമീൻസ് എന്ന് പറയുന്നത് ഹിസ്റ്റമിൻ ആണ്. അപ്പൊ ആ ഹിസ്റ്റമിൻ ആവുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹിസ്റ്റഡിൻ is converted to histamine. Histidine is converted to histamine by which reaction? ഏത് റിയാക്ഷൻ വഴിയാണ് ഹിസ്റ്റമിൻ ആയിട്ട് കണ്ടത്? ഇതിന്റെ കറസ്പോണ്ടിങ് അമീൻസ് ആണ്, ബയോളജിക്കൽ അമീൻസ് ആണ് ഹിസ്റ്റമിന്. അപ്പൊ അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. കാരണം എല്ലാ അമിനോ ആസിഡ്സ് കൺവേർട്ടഡ് ടു അമീൻസ്. അമിനോ ആസിഡ്സ് converted to amines by decarboxylation. ഏത് അമിനോ ആസിഡ് ആണെങ്കിലും അത് അതിന്റെ കറസ്പോണ്ടിങ് ബയോളജിക്കൽ അമീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് അമീൻ ആണ്. അതുകൊണ്ട് അത് ഏത് റിയാക്ഷനിലാണ് വരുന്നത്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിലാണ് വരുന്നത്. അതേസമയം തന്നെ എല്ലാ അമിനോ ആസിഡ്സും അതിന്റെ കീറ്റോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അമിനോ ആസിഡ്സ് converted to keto acid by ഏത് റിയാക്ഷൻ ആണ്? കീറ്റോ ആസിഡ് ബൈ ഡീഅമിനേഷൻ അല്ലെങ്കിൽ ട്രാൻസമിനേഷൻ. ഡീഅമിനേഷൻ ഓർ ട്രാൻസമിനേഷൻ രണ്ടും നോട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ അമിനോ ആസിഡും അതിന്റെ കറസ്പോണ്ടിങ് അമീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഡീകാർബോക്സിലേഷനും എല്ലാ അമിനോ ആസിഡും അതിന്റെ കറസ്പോണ്ടിങ് കീറ്റോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ട്രാൻസമിനേഷൻ അല്ലെങ്കിൽ ഡീഅമിനേഷൻ ആണ്. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ക്രിയാറ്റിനും ഫോം ചെയ്യുന്നത് ഏത് അമിനോ ആസിഡ്സിൽ നിന്നാണ്? ക്രിയാറ്റിൻ ആൻഡ് ക്രിയാറ്റിനിൻ ഈസ് ഫോംഡ് ഫ്രം synthesized from which amino acids? Creatine and creatinine is synthesized. ഇവിടെ നിന്നൊക്കെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? സിന്തസൈസ്ഡ് ഫ്രം ഏതൊക്കെ അമിനോ ആസിഡ് എന്ന് വെച്ചാൽ ഗ്ലൈസിൻ ആൻസർ ആണ്, മെഥിയോണിൻ, ആർജിനിൻ. അപ്പൊ ക്രിയാറ്റിനും ഫോം ചെയ്യുന്നത് ഏതൊക്കെ അമിനോ ആസിഡ് ആണ്? ഗ്ലൈസിൻ, മെഥിയോണിൻ, ആർജിനിൻ. നോട്ട് ചെയ്തേക്കാമോ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു നൈട്രിക് ഓക്സൈഡ് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡീറ്റെയിൽസ്. കഴിഞ്ഞോ? ക്രിയാറ്റിൻ ആൻഡ് ക്രിയാറ്റിനിൻ is formed from, is synthesized from glycine, methionine, arginine. കാരണം ഈ നൈട്രിക് ഓക്സൈഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇപ്പം ട്രൂ അബൌട്ട് നൈട്രിക് ഓക്സൈഡ്സ് ഓർ ഓൾ എക്സെപ്റ്റ് അങ്ങനെയൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. അപ്പം നൈട്രിക് ഓക്സൈഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേറ്റ്മെന്റ് ബേസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഈ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോംഡ് ഫ്രം ആർജിനിൻ. ആർജിനിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഇതിന് 3 ഐസോഫോംസ് ഉണ്ട്, 3 ഐസോഫോംസ്. 3 ഐസോഫോംസ് ഉണ്ട്. ഐ നൈട്രിക് ഓക്സൈഡ്, ഇ നൈട്രിക് ഓക്സൈഡ്, എൻ നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് എസ് എന്താണ്? സിന്തേസ് ആണ്. IEN. അങ്ങനെ 3 ടൈപ്പ് ഓഫ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ആണുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഏതിനകത്ത് ഏത് റിയാക്ഷൻ, ഇപ്പൊ സൈക്ലിക് AMP ആണോ സൈക്ലിക് GMP ആണോ? ഇതിൽ സൈക്ലിക് GMPയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ആക്ട്സ് ത്രൂ സൈക്ലിക് GMP ആണ്. നമ്മൾ ചിലപ്പം ഓപ്ഷനിൽ കാണുമ്പോൾ എപ്പോഴും AMP ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയ വേർഡ് സൈക്ലിക് AMP ആണ്. ഇത് ആക്ട് ചെയ്യുന്നത് സൈക്ലിക് GMPയിലാണ് നൈട്രിക് ഓക്സൈഡ്. മറ്റൊരു പേരുണ്ട് നൈട്രിക് ഓക്സൈഡിന്, അതർവൈസ് കോൾഡ് എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിങ് ഫാക്ടർ. ഇതിന്റെ ഹാഫ് ലൈഫ് കുറവാണ്, ഷോർട്ട് ഹാഫ് ലൈഫ് ആണ്. എന്ന് വെച്ചാൽ ഏകദേശം 0.1 സെക്കൻഡ് മാത്രമേ ഇത് ഫോം ചെയ്താൽ ഉണ്ടാവുള്ളൂ. 0.1 സെക്കൻഡ്സ്. എഴുതിയോ? ഇത് ഗേഷ്യസ് മോളിക്യൂൾ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹാഫ് ലൈഫ് കുറവാന്ന് പറയുന്നത്. ഗേഷ്യസ് മോളിക്യൂൾ ആണ്. സെക്കൻഡ് മെസ്സഞ്ചർ എന്ന് പറയുന്നത് സൈക്ലിക് GMP ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ സെക്കൻഡ് മെസ്സഞ്ചർ അല്ലെങ്കിൽ ഇത് ആക്ട് ചെയ്യുന്നത് സൈക്ലിക് GMPയിലാണ്. സെക്കൻഡ് മെസ്സഞ്ചർ. ഇതിന്റെ ഫങ്ഷൻസ് ഞാൻ എവിടെ എഴുതും? നിങ്ങൾ എഴുതി കഴിയുമ്പോൾ പറയോ?
അപ്പൊ എന്താണ് നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറഞ്ഞാൽ ആർജിനിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. 3 ഐസോഫോംസ് ഉണ്ട്, IEN. സൈക്ലിക് GMP ആണ് ഇതിന്റെ സെക്കൻഡ് മെസ്സഞ്ചർ അഥവാ ആക്ഷൻ നടക്കുന്നത്. അതർവൈസ് ഇതിന് മറ്റൊരു പേര് എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിംഗ് ഫാക്ടർ. ഇത് ഗേഷ്യസ് മോളിക്യൂൾ ആണ്. ഇതിന്റെ ഹാഫ് ലൈഫ് വെരി ഷോർട്ട് ആണ്, 0.1 സെക്കൻഡ്. ഫങ്ഷൻസ് പറഞ്ഞേക്കാം, അത് പൊട്ടന്റ് വാസോഡൈലേറ്റർ ആണ്. ഇതിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെയും ബ്രെയിൻ്റെ ഒക്കെ. ഇതെന്തിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും? അഡ്ഹഷൻ, ആക്ടിവേഷൻ ആൻഡ് അഗ്രിവേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്. അപ്പൊ എനിക്കത് എഴുതണമെങ്കിൽ നിങ്ങൾ ഇത് എഴുതി തീർക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ബാക്കി അതിന് ഫങ്ഷൻസ് എഴുതാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞോ? അപ്പൊ അതിന് ഫങ്ഷൻസ് എഴുതാം, എഴുതുന്നതിനനുസരിച്ച് നോക്കാം. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന്, ഇതൊരു പൊട്ടൻറ്റ് വാസോ ഡയലേറ്റർ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. പൊട്ടൻറ്റ് വാസോ ഡയലേറ്റർ, DILATOR, പൊട്ടൻറ്റ് വാസോ ഡയലേറ്റർ. നെക്സ്റ്റ് neurotransmitter in brain and peripheral nervous system. ഇതെന്തിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും? കണക്റ്റഡ് ടു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, ആക്ടിവേഷൻ ആൻഡ് അഡ്ഹഷൻ. പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷനെയും ആക്ടിവേഷനെയും അഡ്ഹഷനെയൊക്കെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ നൈട്രിക് ഓക്സൈഡ് കൂടിയാൽ എന്താ സംഭവിക്കാതെ മനസ്സിലായല്ലോ? ഇൻഹിബിറ്റ് adhesion, activation and aggregation of platelets. Okay. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് അഥവാ നൈട്രിക് ഓക്സൈഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പോയിന്റുകൾ കിട്ടിക്കാണുമല്ലോ. സ്റ്റേറ്റ്മെന്റ് വൈസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വന്നാൽ എക്സെപ്ഷൻ ചോദിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റുകൾ ഇത്രയും ബൈ ഹാർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ട്രൂ അബൌട്ട് നൈട്രിക് ഓക്സൈഡ് ഓൾ എക്സെപ്റ്റിനകത്ത് കൊടുത്തിരുന്നത് ആഡ്സ് ടു സൈക്ലിക് AMP ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചപ്പോൾ മനസ്സിലായില്ലേ, സൈക്ലിക് GMP ആണ് ഇതിന്റെ സെക്കൻഡ് മെസ്സഞ്ചർ. അവിടെ ഞാൻ ക്വസ്റ്റ്യൻ ഇനി ഞാൻ വീണ്ടും പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിസ്റ്റഡിൻ ലോഡ് ടെസ്റ്റ്. ഹിസ്റ്റഡിൻ ലോഡ് ടെസ്റ്റ് is used for, എന്തിനാണ് നമ്മൾ ഹിസ്റ്റഡിൻ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിന്റെ ഡെഫിഷ്യൻസിക്കാണ്? ആൻസർ ഫോളേറ്റ് ഡെഫിഷ്യൻസി ആണ്. ഫോളേറ്റ് ഡെഫിഷ്യൻസിക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഹിസ്റ്റഡിൻ ലോഡ് ടെസ്റ്റ്. ഈ ഹിസ്റ്റഡിനിൽ നിന്ന് എന്താണ് ഡിറൈവ് ചെയ്യുന്നത്? ഹിസ്റ്റഡിന്റെ ഡെറിവേറ്റീവ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പിഗ്ലു ആണ്. പിഗ്ലു ഡിറൈവ് ചെയ്യുന്നത് ഹിസ്റ്റഡിനിൽ നിന്നാണ്. പിഗ്ലു ഡിറൈവ്ഡ് ഫ്രം ഹിസ്റ്റഡിൻ. പിഗ്ലുവിന്റെ ഫുൾ ഫോം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പിഗ്ലുവിന്റെ ഫുൾ ഫോം 4-mimino glutamic acid. എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? ഹിസ്റ്റഡിന്റെ ഡെറിവേറ്റീവ് ആണ് പിഗ്ലു. 4-mimino glutamic acid. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വരുമ്പം, ഫോളേറ്റ് ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പിഗ്ലു ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഏത്? ഹിസ്റ്റഡിൻ ലോഡ് ടെസ്റ്റ്. ഇത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. പിഗ്ലുവിന്റെ ലെവല് ഹിസ്റ്റഡിൻ ലോഡ് വഴി നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? ഹിസ്റ്റഡിൻ ലോഡ് ടെസ്റ്റ് എന്തിനാ ചെയ്യുന്ന വെച്ചാൽ കണക്റ്റഡ് പോയിന്റ് ഒന്ന് ഫോളേറ്റ് ഡെഫിഷ്യൻസി അഥവാ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അറിയാം. അപ്പൊ അത് എന്താണ് ഹിസ്റ്റഡിൻ ലോഡ് ടെസ്റ്റ് നമ്മൾ അസൈയിൽ കണ്ടുപിടിക്കുന്നത്? ഹിസ്റ്റഡിന്റെ ഡെറിവേറ്റീവ് ആയ പിഗ്ലു ആണ് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ പിഗ്ലുവിന്റെ ഫുൾ ഫോം എന്താണ്? 4-mimino glutamic acid. വേറെ നമ്മൾ ഈ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. നൈട്രിക് ഓക്സൈഡ് സിന്തസൈസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് നൈട്രിക് ഓക്സൈഡ് സിന്തസൈസ് ചെയ്യുന്നത്? എവിടെ നിന്നാണ് നൈട്രിക് ഓക്സൈഡ് സിന്തസൈസ്ഡ് ഫ്രം? ഇത് എൻസൈം ആണ് ആർജിനിൻ.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ,